ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് 2 ജില്ലകളിൽ ഇപ്പോൾ 41% കടന്നിരിക്കുകയാണ് പോളിംഗ്. എറണാകുളത്ത് 41.24% പേർ ഇതിനകം വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. ആലപ്പുഴയിൽ 41.18% പേരും വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് 36.14%, കൊല്ലത്ത് 39.72%, പത്തനംതിട്ടയിൽ 38.57%, കോട്ടയത്ത് 39.47%, ഇടുക്കിയിൽ 37.3% എന്നിങ്ങനെയാണ് പോളിംഗ് ശതമാനം. ഭേദപ്പെട്ട പോളിംഗാണ് ഇപ്പോൾ ഈ ഉച്ചവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ വോട്ടർമാരെ ബൂത്തുകളിലെത്തിക്കുന്നതിന് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമൊക്കെ ശ്രമം തുടരുകയാണ്. ഇപ്പോൾ ഇടുക്കിയിലെ കട്ടപ്പനയിൽ നിന്ന് രാഹുൽ വിജയൻ ചേരുകയാണ്. രാഹുൽ വിജയൻ, എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള പോളിംഗ് വിശേഷങ്ങൾ? ദിലീപ്, രാവിലെ ആ ഒരു മന്ദഗതിയിലായിരുന്നു ആളുകൾ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ ആളുകൾ കൂടുതലായിട്ട് എത്തുന്നുണ്ട്. ഉച്ച സമയമായതോടുകൂടി കൂടുതൽ ആളുകളുടെ ഒരു വരവ് പല ബൂത്തുകളിലും കാണുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന കട്ടപ്പന നഗരസഭയിലെ മുളകരമേട് വാർഡിലാണ്. ഇവിടെ നീണ്ട നിര നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. രാവിലെ വരുമ്പോഴൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. 38% അടുക്കുകയാണ് പോളിംഗ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താരതമ്യേന കുറവാണ് എങ്കിൽ കൂടിയും ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം അത് സാമാന്യം ഭേദപ്പെട്ട ഒരു പോളിംഗ് തന്നെയാണ്. വൈകിട്ടോടുകൂടി അത് നല്ല രീതിയിൽ കൂടും എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടി ഒക്കെ വിലയിരുത്തുകയും ചെയ്യുന്നത്. കാരണം തോട്ടം തൊഴിലാളികളൊക്കെ ജോലി ചെയ്യാൻ പോകുന്നവരാണ്. അവരൊക്കെ ജോലി കഴിഞ്ഞ് തിരികെ എത്തി വോട്ട് രേഖപ്പെടുത്താൻ എത്തും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടി നേതൃത്വം എല്ലാവരും തന്നെ ഉള്ളത്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് എല്ലാ മുന്നണികളും ഈ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത്. വലിയ ഭൂപ്രശ്നങ്ങൾ ഉൾപ്പെടെ വലിയ ചർച്ചയാക്കിക്കൊണ്ടുണ്ടായിരുന്ന വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആളുകളെ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ബൂത്തുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടതും. നമ്മൾ രാവിലെ നമ്മുടെ ഇടുക്കി ബ്യൂറോയിലെ ആളുകളെല്ലാവരും വോട്ട് രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ സാരഥിയായിട്ടുള്ള പ്രകാശും വോട്ട് രേഖപ്പെടുത്താൻ ഇവിടെ നിൽക്കുകയാണ്. പ്രകാശ് സുരേഷിന്റെ വോട്ട് മുളകരമേട് ബൂത്തിലാണ്. വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. അല്പസമയത്തിനൊക്കെ വോട്ട് രേഖപ്പെടുത്തും എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ നിന്നുള്ള നമ്മുടെ ബ്യൂറോയിലെ കാര്യം കൂടി പറയുമ്പോൾ കൂട്ടിച്ചേർക്കാനുള്ളത്. എന്തായാലും ആളുകൾ കൂടുതൽ വരുന്നു. നമ്മുടെ രാവിലെ ഉണ്ടായിരുന്ന ഒരു തിരക്ക് ഇല്ലായ്മ അത് മാറി ആളുകൾ ക്യൂ നിന്ന് വോട്ട് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പല ബൂത്തുകളിലും മാറിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.